പ്രൈസ് ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി 2 കൊരിന്ത്യർ 9-15 വാക്യം വായിക്കാം. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുകയാണ്, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ദാനം, ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ കൃപ, അത് എത്ര വലുതാണ്. അത് നിമിത്തം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുവാനായി പൗലോസ് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയാണ്. തൻ്റെ കൊരിന്ത്യ സഭ വിശ്വാസികളെ പൗലോസ് ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധന്മാർക്ക് വേണ്ടി അത് കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കണം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിക്കുന്ന പോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താൽ അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളിലും പെരുകി വരുമാറ് നിങ്ങളുടെ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അങ്ങനെ ദൈവത്തിന് ഹല്ലേലൂയ, വിശുദ്ധന്മാർക്ക്, ദൈവസഭയിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ കൊടുക്കണമെന്ന് ദൈവം അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഉത്സാഹിപ്പിക്കുകയാണ്. പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം, നിർബന്ധത്താൽ അരുത് എന്ന് പൗലോസ് പറയുകയാണ്. കർത്താവായ യഹോവയായ ദൈവം നമ്മെ സ്നേഹിച്ചു. എങ്ങനെയാണ് സ്നേഹിച്ചത്? അവന് തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ നമുക്ക് തന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനു വേണ്ടി, നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി, ഹല്ലേലൂയ, പരമയാഗമായി തീരുന്നതിനു വേണ്ടി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ ഏകജാതനായ മകനെ തന്നെ നമുക്ക് തന്നു. അതാണ് പൗലോസ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ആ ദൈവം നമ്മോട് എത്ര കൃപയുള്ള ദൈവമാണ്. ആ ദൈവം നമ്മോട് എത്ര ദയ കാണിച്ച ദൈവമാണ്. ആ ദൈവം നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി, പരമയാഗമായി തീരുവാൻ വേണ്ടി തൻ്റെ അരുമനാഥനായ തൻ്റെ മകനെ ഹല്ലേലൂയ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് വേണ്ടി, ഇഞ്ചിഞ്ചായി നമുക്ക് വേണ്ടി മരിക്കുന്നതിന് വേണ്ടി, ക്രൂശിൽ മരിക്കുന്നതിന് വേണ്ടി, ഇഞ്ചിഞ്ചായി തൻ്റെ രക്തം ഈ ഭൂമിയിൽ വീഴുന്നതിന് വേണ്ടി പരമയാഗമായി നമുക്ക് വേണ്ടി തന്നു. അതാണ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയുന്നത് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീരുവാനായിട്ട്, പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അത്രയ്ക്കും വലിയ ആ ദാനമാണ്, അത്രയ്ക്കും വലിയ ആ സ്നേഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാനു സുവിശേഷം 3-16 എഴുതിയിരിക്കുന്നത്, തന്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ തന്നിൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, അവൻ നശിച്ചു പോവാ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ പാപമോചനത്തിനു വേണ്ടി ഹല്ലേലൂയ ബലിയായി ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വായിക്കുന്നു, മനുഷ്യൻ പാപം ചെയ്യുവാൻ കുറുപ്രാവ്, ആട്, അത് മുതലായ മൃഗങ്ങളെ ദൈവത്തിന്റെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെന്ന് യാഗം കഴിച്ച് നമ്മുടെ പാപങ്ങളെ ആ മൃഗത്തിന്റെ മേൽ വച്ച് നമ്മൾ ശുദ്ധീകരിക്കണം എന്ന് പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ഹല്ലേലൂയ എബ്രാഹാം യാഗം കഴിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു, നോഹ യാഗം കഴിച്ചതായിട്ട് വായിക്കുന്നു. അങ്ങനെ യാഗം, പരിശുദ്ധമായ ദൈവത്തിന് യാഗം അർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇവിടെ തന്റെ ഏകജാതനായ പുത്രനെ പരമയാഗമായി, ഇനിയൊരു യാഗത്തിന്റെ ആവശ്യമില്ല. ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി യേശു കർത്താവ് പരമയാഗമായി, പാപമില്ലാത്ത യേശു കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്,
പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവം നമുക്ക് ആ ദാനമായി തന്നു. അതുകൊണ്ടാണ് ആ പറഞ്ഞു തീരാത്ത ദാന നിമിത്തമാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ആ ദൈവം നമ്മൾ രക്ഷിക്കപ്പെടുവാൻ കാരണം സർവശക്തനായ ദൈവത്തിന്റെ കൃപയാണ്. ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. ആ ദൈവത്തിന്റെ ആ വലിയ സ്നേഹമുണ്ടല്ലോ, നമ്മെ അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദാവീദിന്റെ ജീവിതയാത്രയില് ദാവീദ് വനാന്തരത്തിൽ ആടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ വന്ന നിന്റെ മക്കളെ മുഴുവൻ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദാവീദിന്റെ അപ്പനും അമ്മയും ദാവീദിനെ വിളിച്ചില്ല. അപ്പനും അമ്മയും മറന്ന ദാവീദ് പക്ഷേ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ദാവീദിനെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ എല്ലാം നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വനാന്തരത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദാവീദിനെ ദൈവം കാണുകയാണ്. അവനെ എടുത്തുപൊക്കി ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി ദൈവം വാഴിക്കുകയാണ്. സ്വന്തം അമ്മയും അപ്പനും ദാവീദിനെ മറന്നു. മറന്നു എങ്കിലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. അതാണ് പറയുന്നത്, അമ്മയേക്കാൾ ഉപരിയായി അപ്പനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം മാത്രമേ. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് നമ്മുടെ കാരണമല്ല, ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന് നമ്മോടുള്ള ആ വലിയ സ്നേഹമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിത്യജീവനാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപാവരം, പാപം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജഡീയമായി മരിക്കും, ആത്മീയമായി മരിക്കും. ഹല്ലേലൂയ. അത് പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലെ നിത്യജീവനാണ്. നമുക്ക് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ നമ്മൾ പ്രാപിച്ചാൽ, അവന്റെ നിന്നുള്ള കൃപ നമുക്ക് പ്രാപിച്ചാൽ, അവൻ യേശുവിലുള്ള നിത്യജീവനാണ് അതിന്റെ പരിണതഫലം. ഹല്ലേലൂയ. നമ്മൾ പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി മനസ്സലിയുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി കരുണ കാണിക്കുന്ന ദൈവമാണ്. യഹോവ നമ്മുടെ സങ്കേതമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഭൂമി മാറിപ്പോയാൽ, പർവ്വതങ്ങൾ സമുദ്രത്തിൽ വീണാൽ മാറാത്ത ദൈവത്തിന്റെ ആ വലിയ സ്നേഹമുണ്ടല്ലോ, ആ വലിയ സ്നേഹം നമുക്ക് വർണ്ണിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ഹല്ലേലൂയ ദൈവം നമുക്ക് പറഞ്ഞു തീരാത്ത ദാന നിമിത്തം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് എത്ര നന്മകളാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് തന്നത്. അനേകായിരങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മെ കാത്തുസൂക്ഷിച്ചു. ദൈവം നമുക്ക് വേണ്ടത് എല്ലാം തന്നു. ദൈവം നമ്മളെ കാത്തുസൂക്ഷിച്ച ആ ദൈവത്തിന്റെ ആ വലിയ ദയക്കായി, ആ വലിയ സ്നേഹത്തിനായി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തന്നിട്ടുള്ള ദാനങ്ങൾ വളരെ വലുതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിൽ ലേഖനം എഴുതിയപ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇത് എഴുതിയിരിക്കുന്നു, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. സ്വന്തം മകനെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും മറ്റുള്ളവരുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി സ്വന്തം മകനെ ആരും കൊടുക്കുകയില്ല. താൻ ഏറ്റവും സ്നേഹിച്ച, തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് ആണ് ഈ മനുഷ്യ കുലത്തിനു വേണ്ടി യഹോവയായ ദൈവം നമുക്ക് തന്നത്. അത് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് അത് നമുക്ക് ദാനമായാണ് തന്നത്. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ അഹങ്കരിക്കരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, കാട്ടൊലുവായിരുന്ന നമ്മെ നല്ല ഒലുവിനോട് ഒട്ടിച്ചേർക്കുകയാണ്. അതെങ്ങനെയാണ്? കൊമ്പുകൾ ചിലത് ഒടിച്ചിട്ട്, കൊമ്പുകൾ എന്ന് വെച്ചാൽ എന്താണ്? യഹൂദനെ മാറ്റിക്കളഞ്ഞിട്ട് ജാതികളായിരുന്ന നമ്മെ ആ യഹൂദനോട് ചേർത്തൊട്ടിച്ച് ഫലപ്രദമായ വേരിന്
അവകാശിയാക്കി തീർത്തു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഞെളിയാതെ, നമ്മൾ അഹങ്കരിക്കാതെ ഓരോ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ അന്ന് അവനെ ആരാധിക്കണം, അവനെ സ്തുതിക്കണം. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ ഒടിച്ചു കളഞ്ഞുവെങ്കിൽ നമ്മെയും ദൈവം ഒടിച്ചു കളയുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. സ്വന്തമായ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എങ്കിൽ, ഹല്ലേലൂയ, ജാതികളായ നമ്മെ അവന്റെ മക്കളായി നമ്മളെ ചേർത്തു എങ്കിൽ നമ്മെയും ഇറക്കി വിടും. അവന്റെ ചട്ടങ്ങളെ പ്രമാണങ്ങൾ അനുസരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിലുടനീളം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് അവന്റെ വചനങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് അവനോടുകൂടെ യുഗാന്ത്യം വരെ അവനോടുകൂടെ സന്തോഷിക്കാം. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സാരാപ്പുകള് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തു വിളിക്കുമ്പോൾ നമുക്കും അവനോടുകൂടെ ആർത്തു വിളിക്കുവാനായിട്ട് കഴിയും. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.